നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ദൈവസ്നേഹത്തിന്റെ നാൾ വഴികളിലൂടെ ധന്യമായ ജീവിതം നയിച്ച ഫാദർ ലിനോസ് പണിക്കവീട്ടിലിന്റെ പൗരോഹിത്യ പട്ടത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് നാടൊരുങ്ങുന്നു. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും വഴികൾ കാട്ടിയ യേശുദേവന്റെ പിൻഗാമിയായി നന്മയുടെ സേവനത്തിന്റെ പൗരോഹിത്യ പട്ടമണിഞ്ഞ് 50 വർഷം പിന്നിടുന്ന ഫാദർ ലിനോസ് പണിക്കവീട്ടിൽ എന്ന മഹത് വ്യക്തിത്വത്തിന്റെ സേവനപാതയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ പണിക്കവീട്ടിൽ ജോസഫ് സെബാസ്റ്റ്യന്റെയും വിക്ടോറിയയുടെയും 4ാമത്തെ പുത്രനായി ഫാദർ ലിനോസ് 1947 ജൂലൈ 1 ജനിച്ചു. തുറവൂർ വെസ്റ്റ് UP സ്കൂളിലും ആലപ്പുഴ ലിയോ 13th സ്കൂളിലുമായി വിദ്യാഭ്യാസം. ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു ഫാദർ ലിനോസിന്റെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ കാലത്തിൽ തന്നെ പോർച്ചുഗീസ് ഈശോ സഭക്കാരുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തീകരിക്കുവാനും പ്രേഷിതാലയത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അച്ഛന് സാധിച്ചു. 1966 ആലപ്പുഴ രൂപതയുടെ മൈനർ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കി. തുടരുന്നതിനായി സ്വന്തം ഇഷ്ടപ്രകാരം ജബൽപൂർ മിഷൻ രൂപതയിൽ മധ്യപ്രദേശിൽ ചേർന്ന് നാഗപ്പൂർ സെമിനാരിയിൽ 4 വർഷത്തെ തത്വശാസ്ത്ര പഠനവും നാഗപ്പൂർ സെൻറ്റ് ഫ്രാൻസിസ് ദെ സെയിൽസ് കോളേജിൽ BAയും കരസ്ഥമാക്കി. പഠനം കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ കർമ്മമേഖലയിലേക്ക് നീങ്ങി ജബൽപൂർ മിഷൻ രൂപതയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി 1 വർഷം മുന്നോട്ട് കഴിഞ്ഞ് അലഹബാദ് സെൻറ്റ് ജോസഫ് സെമിനാരിയിൽ ദൈവശാസ്ത്രം ആദ്യ വർഷം പഠിച്ച് ദൈവശാസ്ത്ര പഠനം പൂനെ പേപ്പർ സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. അങ്ങനെ 1984 നവംബർ 10 ജബൽപൂർ സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രലിൽ വെച്ച് ജബൽപൂർ ആർച്ച് ബിഷപ്പ് ലിയോബാർഡ് ഡിസൂസയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ഈശ്വരീയമായ പ്രവർത്തനങ്ങൾ അന്നു മുതൽ മധ്യപ്രദേശിലെ ഒരു കുഗ്രാമമായ ദേവോറിയയിലായിരുന്നു. അത്തരത്തിലൊരു ഗ്രാമം നമ്മുടെ നാട്ടിൽ അക്കാലത്തുണ്ടായിരുന്നില്ല. വെള്ളവും വൈദ്യുതിയും ഗതാഗതവും ആശുപത്രിയും വിദ്യാഭ്യാസവും എത്താത്ത ഗ്രാമം, തികച്ചും അപരിഷ്കൃതവും നിരാശ്രിതരമായ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിൽ നിന്നാണ് ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ തുടക്കം ആരംഭിച്ചത്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടും പുഴകളും മലകളും താണ്ടി ജനജീവിതങ്ങളിലേക്ക് കയറിയ ആ കാലമായിരുന്നു സ്നേഹം, സേവനം, ത്യാഗം തുടങ്ങിയ വികാരങ്ങൾ മനസ്സിൽ പൂർണ്ണമായി അങ്കുരിച്ചത്. ഭാരതത്തിലെ പലതരത്തിലുള്ള ആദിവാസി സമൂഹം താമസിക്കുന്ന മറ്റൊരു കുഗ്രാമം. ഗോണ്ട്, വൈഗ, അഖീർ തുടങ്ങിയ ഗോത്ര സമുദായക്കാരുടെ ഇടയിലും സേവനമനുഷ്ഠിച്ചു. ജുബൽപൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ എന്ന കത്തീഡ്രലിലും ഷഡോർ ഇടവകയിലും സേവനമനുഷ്ഠിച്ച 10 വർഷങ്ങൾ സേവനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും സാന്ത്വനത്തിന്റെയും കാലങ്ങളായിരുന്നു. ആലപ്പുഴ ബിഷപ്പ് മൈക്കിൾ ആറാട്ടുകളുടെ അനുവാദത്തോടെ മാതാപിതാക്കളുടെ ശുശ്രൂഷയോടൊപ്പം സേവന പ്രവർത്തനങ്ങൾ തുടർന്നു. മാതാപിതാക്കളുടെ ശുശ്രൂഷയോടൊപ്പം ആലപ്പുഴ രൂപതയുടെ കീഴിൽ തങ്കിക്കവലയിലുള്ള സെന്റ് ജോസഫ് ചർച്ചിൽ വികാരിയായി. 3 വർഷത്തിന് ശേഷം വയലാറിലും പൊന്നാംവെളിയിലുള്ള പള്ളികളിലും സേവനം അനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ തങ്കിക്കവലയിലുള്ള സെന്റ് ജോസഫ് ചർച്ച് പുതുക്കിപ്പണിതു. ഹോളി ക്രോസ് കോൺവെന്റിലെ ചാപ്ലിനിലും സേവനമനുഷ്ഠിച്ചിരുന്നു. 1984 പിതാവിന്റെ നിര്യാണത്തിന് ശേഷം പിതാവിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു വിദ്യാലയം തുടങ്ങുവാനുള്ള പ്രവർത്തനം തുടങ്ങി. അതിന് പ്രകാരം ജ്യേഷ്ഠനായ ആൻഡ്രൂസ് സെക്രട്ടറിയായും മേരിക്കുട്ടി ആൻഡ്രൂസ് ട്രഷററായും ഫാദർ ലിനോസ് പ്രസിഡന്റായും പണിക്കവീട്ടിൽ സർ സെബാസ്റ്റ്യൻ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു. തുടർന്ന് ഫാദർ ലിനോസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പണിക്കവീട്ടിൽ സർ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രൂപീകൃതമായി. അങ്ങനെ അരൂരിനും ആലപ്പുഴയ്ക്കുമിടയിൽ ആദ്യത്തെ CBSE വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. 1995 ആയപ്പോഴേക്കും സീനിയർ സെക്കൻഡറി സ്കൂളായി ഉയരുകയും കൂടാതെ ചേർത്തലയിലും വയലാറിലും വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സർ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ വയലാറിന്റെ തിലകക്കുറിയായി ഇന്നും വിളങ്ങുന്നു. പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേർന്നു.
ദൈവം ഈ സുന്ദരഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അശരണർക്ക് ആശ്രയമാകാനും ദൈവത്തിൻ്റെ സന്ദേശമെത്തിച്ച് ജനങ്ങളെ സേവിക്കാനുമാണെന്ന വിശ്വാസത്തിൽ ഫാദർ ലിനോസ് പണിക്ക വീട്ടിൽ സേവനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ്റെ സ്വന്തം ഇടവകയായ സെൻറ് ജോർജ് ഫോറൻസ് ചർച്ചിലും മരിയപുരം സെൻറ് മോണിക്ക ചർച്ചിലും പുത്തൻ ചന്തയിലുള്ള ഇൻഫന്റ് ജീസസ് ചർച്ചിലും സേവനമനുഷ്ഠിക്കുന്നു. പൗരോഹിത്യ പട്ടത്തിൻ്റെ 50 വർഷം പിന്നിടുമ്പോഴും സ്നേഹത്തിൻ്റെ നിറദീപവുമായി നമ്മോടൊപ്പം ലിനോസ് അച്ഛനുമുണ്ട്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ദിവ്യബലി 2024 നവംബർ 23 ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് മനക്കോടം സെൻറ് ജോർജ് ഫൊറാൻ പള്ളിയിൽ നടക്കും. ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവിനീർ പ്രകാശനം ചെയ്യാനും അനുഗ്രഹ പ്രഭാഷണം നടത്താനും ആലപ്പുഴ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ എത്തിച്ചേരും. സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ആലപ്പുഴ MP KC വേണുഗോപാൽ, മുൻ MP AM ആരിഫ്, അരൂർ MLA ദലീമ ജോജോ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ആലപ്പുഴ രൂപത വികാരി ജനറൽ ജോയ് പുത്തൻ വീട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പണിക്ക വീട്ടിൽ സർ സെബാസ്റ്റ്യൻ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡയാന ജേക്കബ് സ്വാഗതം ആശംസിക്കും. സുവർണ ജൂബിലി ആഘോഷം നവംബർ 23 മനക്കോടം സെൻറ് ജോർജ് ചർച്ചിൽ ഫൊറോന ചർച്ചിൽ വെച്ച് നടക്കുകയാണ്. 10:30 ദിവ്യബലിയോടുകൂടി ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട ബിഷപ്പ് ജെയിംസ് ആനാമ്പറമ്പിലാണ് ആശീർവാദ കർമ്മം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ സുവിനീറും അന്ന് പ്രകാശനം ചെയ്യുന്നു. മന്ത്രി പ്രസാദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചേർത്തല താലൂക്കിലെ ആദ്യത്തെ CBSE സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അതിനുശേഷമാണ് പല സ്കൂളുകൾ വന്നിട്ടുള്ളത്. ആ സ്കൂൾ ഇന്നും 100% റിസൾട്ടോടുകൂടി പഠനം തുടർന്നുകൊണ്ട് പോവുകയാണ്. പഠിച്ച കുട്ടികളൊക്കെ പല സ്ഥലത്തും പല വിദഗ്ധന്മാരും ഡോക്ടർമാരും എല്ലാം ആയി. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പണിക്ക വീട്ടിൽ ലിനോസ് അച്ഛന് അരൂർ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ആശംസകൾ. അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.